ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ചന്ദ്രൻ തന്നിഴൽ കൊണ്ടു കങ്കണമിടും കല്ലോലഹസ്തങ്ങളാൽ മന്ദം രാത്രി കളിന്ത കന്യ തുടയിൽ താളം പിടിച്ചിടവേ ഭൃംഗൗഘം ശ്രുതിമീട്ടുവാൻ തുടരവേ തൈത്തന്നൽ മൂളിയിടവേ ശാർങ്ങം പൂണ്ട പുരാൻ്റെ നാമപടലം പാടുന്നതെന്നാനു ഞാൻ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ ഭഗവാന് സഖ്യഭക്തിയുടെ കാര്യം പറയുന്ന സമയത്ത് 3 പേരാണ് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഒരാളെ പറയാറുള്ളൂ, പക്ഷേ 3 പേരാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട സഖാക്കളായിട്ടുള്ളത്. അർജുനൻ, ഉദ്ധവൻ, സുദാമാവ്. 3 പേരാണ്. രാധാറാണിയുടെ അതേ സ്ഥാനത്ത്, രുക്മിണീദേവിയുടെ അതേ സ്ഥാനത്ത്, അതേപോലെ ബലരാമൻ്റെ അതേ സ്ഥാനത്ത് മൂന്നും കൂടി ഒന്നിച്ച് സ്വീകരിക്കാൻ ഉള്ള ഭാഗ്യം സുദാമാവിന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സുദാമാവിനെ നമ്മളെ ഈ കേരളത്തിലുള്ളവർ കുചേലൻ എന്നുള്ള പേരിൽ പറയും. കുചേല എന്ന് പറഞ്ഞല്ലാതെ മനസ്സിലാവില്ല കേരളത്തിലുള്ളവർക്ക്. കാരണം അവർക്ക് പ്രമാണം പറയാനുണ്ട്. കാരണം രാമപുരത്ത് വാര്യർ കുചേലവൃത്തം എഴുതി. കുചേലവൃത്തം കഥകളിയുണ്ട്. പിന്നെ നാരായണീയത്തിൽ കുചേലവൃത്തം എന്നാണ് എഴുതിയിരിക്കുന്നത് സുദാമാവിൻ്റെ കഥയ്ക്ക്. അപ്പോൾ ഇതിന് കുചേലവൃത്തം എന്ന് പറയാൻ, അതേപോലെ ഈ ഇത് വഞ്ചിപ്പാട്ട്, കുചേലനെ കുറിച്ച് വഞ്ചിപ്പാട്ട്, അതൊക്കെ എഴുതാൻ രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ട് കുചേലവൃത്തം. അപ്പോൾ അത് പറയാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. ഗുരുവായൂരപ്പൻ ഭട്ടതിരിപ്പാടിനോട് ചോദിക്കുകയാണ്, ഇവിടെ കുചേല എന്നുള്ളിടത്ത് സുദാമ എന്ന് പറഞ്ഞാൽ നല്ലതല്ലേന്ന്. ആ ഭട്ടതിരിപ്പാട് ചോദിക്കുകയാണ്, എൻ്റെ ഗുരുവായൂരപ്പ, ഇവിടെ ഞാൻ കുറച്ച് ദിവസമായി 86 ദിവസമായി ഇവിടെ വന്നിട്ട് നാരായണയും കൊണ്ട് ഭഗവാനെ സേവിക്കുന്നു. ആ സമയത്ത് എന്നെ ഈ കാണുന്ന സമയത്ത് ആളുകൾ മുഴുവൻ എന്നെ പരിഹസിക്കും, വാദക്കാരൻ ഭട്ടതിരി എന്ന് പരിഹസിക്കും. അപ്പോൾ ഭഗവാന് പ്രത്യേകിച്ച് ദുഃഖമൊന്നും തോന്നണില്ലേ? കൂട്ടുകാരനെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയത്? അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഞാൻ കുചേല എന്ന് തന്നെ എഴുതും എന്നുള്ളത്. തൻ്റെ പരാധീനത ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുചേല എന്നുള്ള പേര് എഴുതിയിരിക്കുന്നത് നാരായണീയത്തിൽ. അതേപോലെ രാമപുരത്ത് വാര്യർക്കും തൻ്റെ പരാധീനത, തൻ്റെ ദാരിദ്ര്യം, അതിനെക്കുറിച്ചിട്ട് ബോധ്യപ്പെടുത്തണം തിരുവിതാംകൂർ മഹാരാജാവിനെ. അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മളുടെ ഈ കേരളത്തിൽ മുഴുവൻ ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുചേല എന്നുള്ള പേരിൽ അറിയപ്പെടും. വാസ്തവത്തിൽ ഭാഗവതത്തിൽ അങ്ങനൊരു പേര് തന്നെ ഇല്ല. സുദാമാചരിതം, പൃഥുഗോപാഖ്യാനം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുക എന്നാണ്. അപ്പോൾ നമ്മളുടെ പ്രമാണം വാസ്തവത്തിൽ ഭാഗവതമാണ്. അപ്പോൾ ഈ സുദാമാവിനെ എന്തിനാണ് ഇതേപോലെ അപഹസിക്കുന്നത് എന്നുള്ളത് ഒരു സംശയം തോന്നാറുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ ഏകദേശം ഭഗവാന്റെ ലീലകളുടെ അവസാന ഘട്ടത്തിലാണ് സുദാമാവിൻ്റെ കഥയെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്നാണ്. രാജസൂയ മഹായാഗം നടന്ന സമയത്ത് ഭഗവാൻ നിശ്ചയിച്ചു തനിക്കും ഇതേപോലെ ഭഗവാനെ പൂജിക്കുന്നത്
ഭഗവാൻ ആ പൂജകൾ സ്വീകരിച്ചു. ഇതേപോലെ തനിക്കും ഒരാളെ പൂജിക്കണം, ഒരു സാധാരണ വ്യക്തിയായാൽ പോരാ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. എന്നിട്ട് ഭഗവാൻ അതെല്ലാം പൂജകളെല്ലാം ഭഗവാൻ നോക്കി എങ്ങനെ വേണമെന്നൊക്കെ ഭഗവാൻ കണക്കാക്കി. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പിലാണ് ശുകദേവ ഗോസ്വാമി 2 അധ്യായങ്ങളെ കൊണ്ട് സുദാമാചരിതം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ബലരാമൻ്റെ തീർത്ഥയാത്ര. അവിടുന്ന് പല പല തീർത്ഥസ്ഥാനങ്ങളിലും പോയത്, പ്രത്യേകിച്ചും കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചത്, അതെല്ലാം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ വിഷ്ണോസദയിതോ ഭവേ, വിഷ്ണു ഭക്തി പരിപൂർണമാവും എന്ന് കേട്ട സമയത്താണ് ഈ പരീക്ഷിത്ത് മഹാരാജാവിന് ആഗ്രഹം തോന്നി. അകക്കൂടി ഒരു ദിവസം മാത്രമേ ബാക്കി ആയുസുള്ളൂ. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും കൃഷ്ണനിലേക്ക് ലയിച്ചു പോകുന്ന ഒരു കഥ എന്ന് പറയുന്നു. ഒരു വാക്ക്, അത് വാക്ക് എന്നുള്ള പേര് അന്വർത്ഥമായി തീരണം എന്നുണ്ടെങ്കിൽ യയാ തസ്യ ഗുണാൻ ഗൃണീതേ, ഭഗവാനെക്കുറിച്ച് പറയണം, കൃഷ്ണനെക്കുറിച്ച് പറയണം. കൃഷ്ണനെ പൂജിക്കണം എന്നാലേ കൈകൾ അത് സഫലമായി തീരുള്ളൂ. കൈകളുടെ ജന്മം സഫലമായി ധർമ്മം സഫലമാണെങ്കിൽ കൃഷ്ണനെ പൂജിക്കണം. ഓരോ ഇന്ദ്രിയ സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു, സകല ജീവജാലങ്ങളിലും സാന്നിധ്യം ചെയ്യുന്ന കൃഷ്ണനെ സ്മരിക്കുന്ന സമയത്താണ് നമ്മളുടെ മനസ്സ് പരിശുദ്ധമായി തീരുന്നത്. ഇങ്ങനെ നമ്മളെ എല്ലാ പ്രവൃത്തികളും ഇന്ദ്രിയങ്ങളും പരിശുദ്ധമായി തീരാൻ യോജിക്കുന്ന ഒരു കഥ എന്ന് ശുകദേവ ഗോസ്വാമിയോട് പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്ന സമയത്താണ് വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ബ്രവീൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മഹിമയുടെ അഗാധ തലത്തിൽ എത്തിച്ചേർന്നു ശുകദേവ ഗോസ്വാമി. അവിടുന്ന് വിശേഷപ്പെട്ട ഒരു അനർഘമായ രത്നം ശുകദേവ ഗോസ്വാമിക്ക് കിട്ടി. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് സുദാം, ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കഥ, സുദാമാവൻ്റെ കഥ എന്നത്. നമ്മൾ പറയാറുണ്ട് ഭഗവാന്റെ മുമ്പിൽ, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഞാൻ ഉച്ചപൂജ എന്നും തൊഴാറുണ്ട്, ദീപാരാധന തൊഴാറുണ്ട്, വൃന്ദാവനത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്, വൃന്ദാവനത്തിൽ എല്ലാവരും എനിക്ക് പരിചയമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനമായിട്ട് പറയാറുണ്ട്. നമ്മളുടെ അഭിമാനം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ? ഗുരുനാഥന്മാർ പറയാറുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് ഭഗവാൻ എല്ലാവരെയും നിരീക്ഷിക്കും. എങ്ങനെ? ഭഗവാൻ അവരുടെ കന്തരിയാമി ആയതുകൊണ്ട് അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താ എന്നുള്ളത് ഭഗവാനെ അറിയാം. അപ്പം ഭഗവാൻ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾ ആരാണോ അവരാണ് യഥാർത്ഥ ഭക്തന്മാർ എന്നാണ് പറയുന്നത്. കാരണം എന്താ? അവർ ഭഗവാന് വേണ്ടി ജീവിക്കുന്നു. അവർ മറ്റൊന്നും അവർക്ക് ആഗ്രഹമില്ല, ഭഗവാന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആ ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഭഗവാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭക്തനുണ്ട്. ആ ഭക്തൻ്റെ പേരാണ് സുദാമാവ് എന്നാണ്. കൃഷ്ണസ്യാസിൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. അദ്ദേഹം ബ്രാഹ്മണ ബാലനായിരുന്നു, ബ്രാഹ്മണനായിരുന്നു, ബ്രാഹ്മണ സംസ്കാരത്തിലെ ആളായിരുന്നു. പിന്നെ ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ പ്രധാന ലക്ഷണം എന്താണ്? ഈ ഭൗതികമായിട്ടുള്ള ആ മാർഗത്തിൽ കൂടെ ഇന്ദ്രിയങ്ങളെ സഞ്ചരിക്കാൻ സമ്മതിക്കാതെ നിരോധനം ചെയ്യുക, എന്നിട്ട് ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവത് സേവയിലേക്ക് തിരിച്ചു വിടുക എന്നാണ്. അങ്ങനെ വരുന്ന സമയത്തോ ഭൗതികമായ കാര്യങ്ങളോട് ഇന്ദ്രിയങ്ങൾ പ്രതികരിക്കാതെയാവും, അതിനോട് താല്പര്യമില്ലാതെയാവും എന്നാണ്. അപ്പോൾ അങ്ങനെ അത് വരുന്ന സമയത്തോ നമ്മളുടെ ആ ഇന്ദ്രിയങ്ങൾ മുഴുവൻ നമ്മളെ ഹരന്തി പ്രസഭം മനാന്നാണ് പറയണത്. മനസ്സിനെ പല വിധത്തിൽ വിക്ഷുബ്ധമാക്കിക്കൊണ്ട് പല വിധത്തിലുള്ള അധർമ്മ പ്രവൃത്തികളും ഈ ഇന്ദ്രിയങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടാലോ പ്രശാന്താത്മാ, ശാന്തമായി തീരും മനസ്സ്. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ച ആൾ, അങ്ങനെയുള്ള ആളായിരുന്നു സുദാമാവ് എന്നാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആ കാലഘട്ടത്തിൽ 64 ദിവസം ഭഗവാനും സുദാമാവും
ബലരാമനും ഒന്നിച്ച് വിദ്യാഭ്യാസം ചെയ്തിരുന്നു 64 ദിവസം മാത്രം. എന്നാൽ 64 ജന്മങ്ങളെ കൊണ്ട് കിട്ടാത്ത ആ കൃഷ്ണഭക്തി പരിപൂർണമായിട്ട് മാറിയ സുദാമാവിന് എന്നാണ്. ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോന്നതിന് ശേഷം ഭഗവാൻ തൻ്റെ കൂട്ടുകാരനെ കണ്ടിട്ടില്ല. പക്ഷേ ഭഗവാൻ ആലോചിക്കുന്നു സുദാമാവിനൊന്ന് പരീക്ഷിക്കണമെന്ന് ഭഗവാൻ ആലോചിക്കുന്നു. എപ്പോഴാണ് പരീക്ഷ ഉണ്ടാവുക? പഠിക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണ് പരീക്ഷ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇതേപോലെ ജീവിതത്തിൽ നമ്മൾ ഭഗവാന്റെ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക? ഭഗവാന്റെ പരീക്ഷ ഭഗവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭഗവാൻ പരീക്ഷിക്കുക എന്നാണ്. ആ ഭഗവാന്റെ പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ, ഭഗവാന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇഷ്ടപ്പെട്ടു. പരീക്ഷണങ്ങൾ എങ്ങനെയാണ്? ദുഃഖങ്ങളിൽ കൂടെ പരീക്ഷണം ഉണ്ടാവുക എന്നാണ്. ഇവിടെ സുദാമാവിനെ ഭഗവാൻ അതിഭയങ്കര ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിച്ചു എന്നാണ്. ഈ ഒരു ദാരിദ്ര്യം അതിൻ്റെ കരാളമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം, പിന്നെ കുട്ടികളും ഉണ്ടാവണം. എന്നാലാണ് ഈ ഭക്തി ആ ഒരു ഒരു ഭക്തിയുടെ പരീക്ഷണമാണതെന്നാണ് പറയുന്നത്. ദാരിദ്ര്യം അനുഭവിച്ച് അതിൻ്റെ കരാളമായിട്ടുള്ള അവസ്ഥയിലെത്തിയ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് പരിപൂർണമായിട്ടും ഭഗവാനിലേക്ക് ലയിച്ച വിധത്തിലായിരുന്നു. ഇപ്പോൾ ഭഗവാൻ തൻ്റെ കൂട്ടുകാരനോട് തോറ്റു എന്ന ആചാര്യന്മാർ പറയാറുള്ളത്. ഭഗവാന് തോന്നി തൻ്റെ കൂട്ടുകാരനൊന്ന് കാണണം എന്നുള്ളത്. സുദാമാവ് ഒരിക്കലും തൻ്റെ പത്നിയോട് പറഞ്ഞില്ല ഭഗവാൻ തൻ്റെ ഒന്നിച്ച് പഠിച്ച ആളാണ്, കൂട്ടുകാരനാണ് എന്നൊന്നും സുദാമാവ് ആ കാര്യം തന്നെ പത്നിയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭഗവാന് ആഗ്രഹം തോന്നി കൂട്ടുകാരനെ തനിക്ക് കാണണം എന്നുള്ളത്. വൃന്ദാവനത്തിലെ ആചാര്യന്മാർ പറയാറുള്ളത്, ഭഗവാൻ തന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ രൂപം സ്വീകരിച്ച് സുദാമാവൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു. എന്നിട്ട് സുദാമാവിന് അവിടെ എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരൂ എന്ന് പറയാണ്. ആ സുദാമാവിൻ്റെ പത്നിയുടെ 2 കണ്ണുകളും നിറഞ്ഞു. അവിടെ ആ ഭാഗമൊക്കെ വീക്ഷിച്ച് നോക്കി ആ ബ്രാഹ്മണൻ. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് ദ്വാരകയിലേക്കൊന്ന് പോവാൻ ഭർത്താവിനോട് പറഞ്ഞൂടാ? ഈ സുദാമാവ്, ഈ ബ്രാഹ്മണൻ കൃഷ്ണൻ്റെ കൂടെ വിദ്യാഭ്യാസം കഴിച്ച ആളല്ലേ, എന്തുകൊണ്ട് പോവാൻ പറഞ്ഞോട്ടെ? ദാരിദ്ര്യം ഇല്ലാതെ ആവാൻ ഭഗവാൻ അനുഗ്രഹിക്കില്ലേ എന്ന് സുദാമ പത്നിയോട് ചോദിച്ചു. ഇപ്പോഴാണ് സുദാമാവിൻ്റെ പത്നി അറിയണത് ഭഗവാനും സുദാമാവും ഒന്നിച്ച് വിദ്യാഭ്യാസം ചെയ്തു എന്നുള്ളത്. അപ്പോൾ സുദാമാവിൻ്റെ പത്നി എത്രയോ തവണ സുദാമാവിനോട് ബഹുശ പ്രാർത്ഥിതോ മൃദു എന്നാണ് പറയണത്. വളരെ സൗമ്യമായ ഭാവത്തിൽ എത്രയോ തവണ അപേക്ഷിച്ചു, ഭഗവാൻ അങ്ങയ്ക്ക് അങ്ങയുടെ കൂടെ വിദ്യാഭ്യാസം ചെയ്തതാണ് എന്നെനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ട് അങ്ങയ്ക്ക് ഭഗവാൻ പോയി കണ്ടുകൂടാ? ഈ ഒരവസ്ഥ ഭഗവാൻ അറിയില്ലേ? അറിഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കില്ലേ നമ്മളെ എന്ന് എത്രയോ തവണ ചോദിച്ചു. അവിടെ വാക്കുകൾ വളരെ മൃദുലമാണ്, സൗമ്യമാണ്. അപ്പോൾ സുദാമാവിന് തോന്നി, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഇതാണ് ഭഗവാൻ ഏറ്റവും വലിയ ലാഭം. കൃഷ്ണനെ, ഭഗവാനെ കാണാൻ സാധിക്കുക എന്നത്, അതിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നത്, അതിന് നമ്മളെ അപേക്ഷിക്കുന്ന ഒരു പത്നി ഉണ്ടാവുക, കുടുംബം ഉണ്ടാവുക എന്നുള്ളത്, ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലാഭം എന്നുള്ളത്. ജീവിതത്തിൻ്റെ ലാഭം കൃഷ്ണനെ കാണുക എന്നുള്ളതാണ് സുദാമാവന് തോന്നി. സുദാമാവനെ ദാരിദ്ര്യം അനുഭവിക്കാനുള്ള ഒരു കാരണവും കൂടിയും ആചാര്യന്മാർ പറയാറുണ്ട്. ഒരിക്കൽ സാന്ദീപനി മഹർഷിയുടെ ആ ആശ്രമത്തിൽ ഒരു ബ്രാഹ്മണൻ, ഭൃഗു മഹർഷിയുടെ ആ ബന്ധത്തിൽപ്പെട്ടില്ല, ഇനി ഭൃഗു മഹർഷി തന്നെയാണോ എന്നറിയില്ല, ഒരു ബ്രാഹ്മണൻ എത്തിച്ചേർന്നു അവിടെ. ആ ബ്രാഹ്മണൻ പറയുന്നു, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരൂ എന്ന്. സാന്ദീപനിയുടെ ആ മുനിയുടെ പത്നി പറഞ്ഞു, ഇവിടെ പ്രത്യേകിച്ചൊന്നും തരാനില്ലല്ലോ. അപ്പോൾ ഭൃഗു മഹർഷി അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കടല, 2 കിഴി കടലുണ്ട്.
അതവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എടുത്ത് കഴിക്കുന്നവർ എന്തായാലും പരമദരിദ്രന്മാരായി മാറും എന്നുള്ളത്. ഇത് സുദാമാവൻ്റെ പത്നിയോ ഭഗവാനോ ബലരാമനോ ആരും കേട്ടില്ല. നമ്മളുടെ സുദാമാവ് മാത്രം ഇത് കേട്ടു. സുദാമാവ് ഈ ഒരു വസ്തു ഈ കടലെടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചു. അപ്പോൾ ഒരിക്കൽ സുദാമാവിൻ്റെ പത്നി വിറകിന് വേണ്ടിയിട്ട്, വിറക് കൊണ്ടുവരാനായിട്ട്, വിറകില്ല കത്തിക്കാൻ എന്നുള്ളത് പറയുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ വിറക് എന്ന് പറഞ്ഞ് കൂട്ടുകാർ 3 പേരും കൂടി വിറക് കൊണ്ടുവരാനായിട്ട് പോയി. ആ സമയത്ത് ഭഗവാനെ കാണാതെ സുദാമാവ്, കാരണം ജന്മദാരിദ്ര്യം മുഴുവൻ അനുഭവിക്കുന്നതാണ്. അപ്പോൾ തൻ്റെ കൃഷ്ണനും ബലരാമനും എന്തായാലും ദാരിദ്ര്യം അനുഭവിക്കേണ്ട, എല്ലാ ദാരിദ്ര്യവും താൻ അനുഭവിച്ചോളാം എന്നുള്ള ഭാവത്തിലാണത്രേ ഈ ഒരു കടല സുദാമാവ് ആർക്കും കൊടുക്കാതെ സ്വയം കഴിച്ചു. ഭഗവാന് ഈ സംഭവം മനസ്സിലായി. അതായത് തന്നോടുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ടാണ് സുദാമാവ് ദാരിദ്ര്യം ഏറ്റുവാങ്ങിയത് എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ അതുകൊണ്ടാണ് ഈ ഭഗവാൻ തന്നെ ഇതിനുള്ള മുൻകൈ എടുത്തത് എന്നാണ്. സുദാമാവ് പറഞ്ഞു പത്നിയോട്, എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പോവാനായിട്ട്, പക്ഷേ എന്തെങ്കിലും ഒരു നിവേദ്യം കൊണ്ടുപോയി കൊടുക്കണ്ടേ. അതിനുവേണ്ടി സുദാമാവൻ്റെ പത്നി ആ പുറത്തേക്കിറങ്ങി അവിടെ ഒന്ന് യാചിച്ചോന്ന് ചോദിച്ചാൽ അറിയില്ല, കൈ നീട്ടി നിന്നു. അവിടെ ആരോ ഒരു 4 ബ്രാഹ്മണർ വന്ന് ഓരോ പിടി അവിൽ കൊടുത്തു. അവിടെ യാചിച്ചു എന്നുള്ളത് അങ്ങനെ ഭഗവാന് വേണ്ടി ദ്വാരകയിലേക്ക് കൊണ്ടുപോകാൻ നിവേദ്യത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് എന്നാണ്. ഭഗവാന് വേണ്ടിയിട്ട് യാചിക്കാമെന്ന് ശീല പ്രഭുപാദർ പറയാറ്. ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, ക്ഷേത്രത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഭഗവാന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് യാചിക്കുന്നതിന് വരാം. സ്വന്തം ആവശ്യങ്ങൾക്ക് യാചിക്കരുത്, ഈശ്വരന് വേണ്ടി യാചിക്കാം എന്നാണ്. അപ്പോൾ സുദാമാവിൻ്റെ പത്നി ഈ അവില് കിഴി കെട്ടിവെച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ആവേശത്തോടെ നിൽക്കുന്ന സുദാമാവിൻ്റെ കയ്യിലേക്ക് കിഴി കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവ് അവിടത്തേക്ക് ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് ഈ അവില് തരില്ല ഭഗവാനെ, അതുകൊണ്ട് അവിടുന്ന് ഇത് തട്ടിപ്പറിച്ചിട്ടെങ്കിലും എടുക്കണേ എന്ന് സുദാമാവിൻ്റെ പത്നി പ്രാർത്ഥിച്ചു. സുദാമാവ് നടന്നു. എവിടേക്കാ ദ്വാരകയ്ക്ക് പോവുക, ഏതാ വഴി ഒന്നും അറിയില്ല. പക്ഷേ ചിന്തിച്ചതെല്ലാം കൃഷ്ണനെക്കുറിച്ച്. ഏതാമാം പ്രപദ്യൻ്റെ താം സദൈവ ഭജാമ്യഹം എന്ന് പറയുന്നത് പോലെ, സത്യമാക്കി തീർക്കുന്നത് പോലെ സുദാമാവിന് വഴി തെറ്റിയില്ല. സുദാമാവ് ദ്വാരകയിൽ എത്തിച്ചേർന്നു. എന്തെന്ന് ബ്രഹ്മാനന്ദം ഗതോ യഥാ. കാരണം ഓരോ കൊട്ടാരങ്ങളിലും പൂർണ്ണ ബ്രഹ്മം സാന്നിധ്യം ചെയ്യുന്നു. പിന്നെ അവിടെ ബ്രഹ്മാനന്ദം പൂർണ്ണമാവില്ലേ? ദിവ്യമായിട്ടുള്ള ഭക്തിയുടെ ലഹരി, അമൃത പ്രവാഹം അവിടെ അനുഭവപ്പെടുന്നു സുദാമാവിന്. ശരീരം മുഴുവൻ രോമാഞ്ചമണിഞ്ഞു. എവിടെയാണ് ഭഗവാൻ എന്നുള്ളത് അറിയില്ല. സുദാമാവ് അവിടെ 4 കൂടിയിട്ടുള്ള വഴിയിൽ നിന്നു. മഹാബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ, എന്തൊരു തേജസ് മുഖത്ത്. ആളുകൾ വന്ന് അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ തുടങ്ങി. ഭഗവാൻ തൻ്റെ പത്നിയുടെ രുക്മിണീദേവിയുടെ മെത്തയിലിരിക്കുന്ന ഭഗവാൻ പ്രിയാ പര്യങ്കമാസ്ഥിത. ഭഗവാൻ അത് കണ്ടു. സുദാമാവ് 4 കൂടി വഴിയിൽ നിൽക്കുന്നത്. ഭഗവാൻ വളരെ പെട്ടെന്ന് ഓടി വരുന്ന സമയത്ത് ഭഗവാൻ ഒന്ന് രുക്മിണീദേവിയെ കൈകൊണ്ട് തട്ടി മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാന് ആരൊക്കെയോ ഭഗവാനെ ശ്രദ്ധിക്കുന്നു. ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭഗവാൻ സുദാമാവനെ മാത്രമാണ് ശ്രദ്ധ എന്നാണ്. ഉത്തരേ എവിടെയോ, കിരീടം എവിടെയോ പോയി, ഉത്തരേ എവിടെയോ കഴിഞ്ഞു പോയി, ഭഗവാൻ ഇതൊന്നും അറിയണില്ല. സുദാമാവനെ കണ്ടു. ഭഗവാൻ കണ്ടതോടു കൂടിയിട്ട് ഓടി വന്നു. സുദാമാവനെ ഭഗവാൻ ആലിംഗനം ചെയ്തു. എന്നിട്ടോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ്. പ്രീതോ വിമുഞ്ചത് അബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ഭഗവാന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. എന്തൊന്നില്ല, ആ ആനന്ദം കൊണ്ട് എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് എന്നുള്ള ഭാവത്തോടു കൂടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി സുദാമാവാണെങ്കിൽ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എന്തോ ഒരു കളഭത്തിൻ്റെയും തുളസിയുടെയും സുഗന്ധം തന്നെ വന്ന് പൊതിയുന്നത് പോലെ ഈ ഒരു സുഗന്ധം നിനക്ക് പരിചയമുള്ളതാണല്ലോ. അങ്ങനെ പെട്ടെന്ന് കണ്ണുമേഴ്ച നോക്കുമ്പോഴാണ് ഭഗവാന്റെ കരവലയത്തിൽ ഭഗവാൻ സുദാമാവിനെ ആനയിച്ച് വളരെ സ്വീകരിച്ചു കൊണ്ടുപോയി സുദാമാവിനെ
രുക്മിണി ദേവിയോട് കൂടി എഴുന്നള്ളിയിരിക്കുന്ന വിശേഷപ്പെട്ട മെത്തയിലിരുത്തിയ സുദാമാവിനെ ആളുകൾ എല്ലാവരും വന്ന് നിന്നു. അവിടെ ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭഗവാൻ സ്വർണ്ണ താലം കൊണ്ടുവന്നു രുക്മിണി ദേവി സുദാമാവിൻ്റെ പാദം കഴുകിച്ചു. ആ പാദം കഴുകിച്ച് ആ ജലം ഭഗവാൻ ശിരസിൽ ധരിച്ചു. നോക്കണേ, ഭക്തൻ്റെ പാദതീർത്ഥം ഭഗവാൻ ശിരസിൽ ധരിക്കുന്നു എന്നാണ്. എന്നിട്ടോ രുക്മിണി ദേവിയുടെ ശിരസിൽ തെളിച്ചു. അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഭക്തൻ്റെ പാദതീർത്ഥം എല്ലാവർക്കും തെളിക്കുന്നു. അതിനുശേഷം പൂജകൾ ആരംഭിച്ചു. വിവിധമായിട്ടുള്ള നിവേദ്യങ്ങളോട് കൂടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പൂജ. ഈ പൂജകൾ കാണുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ആലോചിക്കുകയാണ്, എന്താണ് ഇദ്ദേഹം ഇത്രയും കിം അനേനകൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ ശ്രീയാഹ്യേനേന ലോകേസ്മിൻ ഗർഹ്യതേന ആധമേന ച, ഇദ്ദേഹം എന്ത് പുണ്യ ചെയ്തത്? പരിഷക്തോഗ്രജോ യഥ, തൻ്റെ ജ്യേഷ്ഠനെ പോലെ ബഹുമാനിക്കണമല്ലോ, രുക്മിണിയെപ്പോലെ സ്വാതന്ത്ര്യം കാണിക്കണ്ടല്ലോ. ആരാണാവോ ഇത്? എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. ഭഗവാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ പൂജകളും കഴിഞ്ഞ് പിന്നെ പതിയും പരിചരൽ ഭൈഷ്മയെ ചാമരം വിജയന വൈ വെഞ്ചാമരം വീശി രുക്മിണി ദേവി. ഭഗവാൻ അപ്പുറത്ത് രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്ന് വെഞ്ചാമരം വീശി എന്നാണ്. അതിൻ്റെ ശേഷം പൂജകളെല്ലാം അവസാനിപ്പിച്ച് ഭഗവാൻ സുദാമാവനോട് കൂടി ചേർന്നിരുന്നു. ഇവിടെ ഒരു കാഴ്ച കാണാനുണ്ട്. ശുകദേവ ഗോസ്വാമി പറയുന്നു, ആത്മനോ ലളിതാരാജൻ കരോ ഗൃഹ്യ പരസ്പരം. രണ്ട് കൈകളും സുദാമാവൻ്റെ ആ രണ്ട് കൈകളും തൻ്റെ കൈകൾക്കുള്ളിലേക്ക് ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ട്, നോക്കൂ, ഭക്തനും ഭഗവാനും ഒന്നാണ്. അതിന് ഒരു തെളിവ് വേണ്ട. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. ഭാഗവതത്തിലെ തെളിവ് എന്താ? സുദാമാവൻ്റെ കൈകൾ ഭഗവാന്റെ കൈകൾക്കുള്ളിലാണ്. 16,108 പത്നിമാരെ പാണിഗ്രഹണം ചെയ്ത ഭഗവാന്റെ കൈകൾക്കുള്ളിലാണ് സുദാമാവൻ്റെ കൈകളെന്ന് പറയുമ്പോൾ എന്തൊരു ഭാഗ്യ സുദാമാവിന്. സുവിശേഷങ്ങളെല്ലാം ചോദിച്ചു. വിറകനായിട്ട് ആ വനത്തിൽ പോയതും അവിടെ വെച്ചിട്ട് ആ വിറക് കെട്ടിവെച്ചപ്പോഴേക്ക് അതിഭയങ്കരമായിട്ടുള്ള ഇരുട്ട് വന്നതും മഴ വന്നതും മഴ പെയ്ത് ആ മഴയത്ത് വഴി പോലും കാണാതെ ആകെ കൂടി ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന വിഷമിച്ചുകൊണ്ട് എന്തിന് 3 വിറക് കെട്ടും കൂടി ഒന്നിച്ച് തലയിൽ വെച്ചു സുദാമാവ് എന്നാണ്. എന്നിട്ട് ആ ഭഗവാനെ ആലിംഗനം ചെയ്തുകൊണ്ട് പേടിയോട് സുദാമാവെ ഭഗവാൻ പറയുകയാണ്, എന്നെ കെട്ടിപ്പിടിച്ചോളൂ കൃഷ്ണ, പേടിക്കണ്ട, ഞാനില്ലേ എന്ന്. ഭഗവാൻ ഭക്തനോടാണ് ചോദിക്കുക, ഞാനില്ലേ നിനക്ക് പേടിക്കണ്ട, മാ ഭൈഷ്ടേത്തി അഭയം തരവോ, പേടിക്കണ്ട എന്ന് ഭഗവാൻ ഭക്തനോടാ പറയുക. ഇത് ഭക്തൻ ഭഗവാനോട് പറയണു, എന്ത് പേടിക്കണ്ട, ഞാനില്ലേ കൃഷ്ണ, എന്നെ കെട്ടിപ്പിടിച്ചോളൂ എന്ന്. അങ്ങനെ ഭഗവാൻ സുദാമാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബലരാമനും ഭഗവാനും സുദാമവും ആലിംഗനബദ്ധരായിക്കൊണ്ട് അന്നത്തെ രാത്രി ദിവസം കഴിയാണ്. പ്രഭാതത്തിൽ ആ രാത്രി മുഴുവൻ അന്വേഷിച്ച് നടക്കാണ് ഗുരുനാഥൻ. ആ ഗുരുനാഥൻ തെരഞ്ഞ് ഈ വനത്തിൽ നിൽക്കുന്ന 3 കുട്ടികളെ കാണുന്നു. 3 പേരും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണേ ഗുരുനാഥ, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചില്ല, വിറക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന്. ആ വിറകിൻ്റെ കട്ടൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട്, എനിക്ക് ഈ ഗുരുനാഥന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടില്ലേ കുട്ടികളെ, നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ. ചന്ദാംസി അയാത യാമാനെ ഭവന്തിഹ പരത്രച. നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യകളും ഈ ലോകത്തിലും ഇനി അടുത്ത ജന്മങ്ങളിലും സഫലമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുദാമാവൻ ആ 3 പേരുടെയും ശിരസിൽ കൈകൾ മാറി മാറി വെച്ച് അനുഗ്രഹിച്ചു. സുദാമാവെ, അതുകൊണ്ടല്ലേ ഗുരു ഒരനുഗ്രഹേണൈവാപുമാൻ പൂർണ്ണപ്രശാന്തയെ. ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവാന്റെ നാവ് കൊണ്ട് ഭഗവാൻ പറയുന്നു, ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തി ജീവിതം പൂർണ്ണ വിജയമാക്കി മാറ്റുന്നത്, ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. സുദാമാവ് എത്തിച്ചേർന്നു ജീവിത ലക്ഷ്യത്തിലേക്ക്. ഭഗവാന്റെ ലക്ഷ്യം എന്താണ്? ഭക്തനെ അംഗീകരിക്കുക, ഭക്തനാരെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. എല്ലാ ഭക്തി വിതരണം, ഭക്തനിൽ കൂടെ ഭക്തി വിതരണം ചെയ്യാതെ ഭഗവാന്റെ ആഗ്രഹം. ബലദേവൻ്റെയും ആഗ്രഹം ഇത് തന്നെയാണ്. ആ ഭക്തി അതിനെ പ്രചരിപ്പിക്കാനായിട്ട് ശക്തി പകർന്നു കൊടുക്കുക. ഇതാണ് ബലരാമൻ്റെ ലക്ഷ്യം. അതാണ്. എന്നിട്ട് ആനന്ദമയമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഓരോ ജീവനെയും എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഭക്തനും ഭഗവാന്മാരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് തന്നെ ദിവ്യമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സുദാമാവിനോട് ചോദിച്ചു ഭഗവാൻ, അല്ല കിമുപായനമാനേതം ബ്രഹ്മന്മേ ഭവതാഗൃഹാൽ, അല്ല സുദാമാവേ, അങ്ങ് വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ?
എന്ത് കൊണ്ടുവന്നാലും എനിക്കിഷ്ടമാണ്. ഭൂര്യാപ്യ അഭക്തോപഹൃതം നമേ തോഷായ കൽപ്പതേ. അഭക്തന്മാരായിട്ടുള്ളവർ എന്ത് കൊണ്ടുവന്നാലും എനിക്കത് താല്പര്യമില്ല. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് നിസ്സാരമായ ഒരു കാര്യം എനിക്ക് വേണ്ടി ഒരു നിവേദ്യം കൊണ്ടുവന്നാൽ ഞാനതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് കണക്കാക്കും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അശ്നാമി പ്രയതാത്മന. എങ്ങനെ വേണം? പത്രം പുഷ്പം ഫലം തോയം. അതായത് ആ പാഞ്ചാലി ദ്രൗപദീ ദേവി കൊടുത്തിട്ടുള്ള ചീരക്കറിക്ക് എത്ര വലിപ്പമുണ്ട്! ഒരു ചെറിയ കഷ്ണം ചീരയുടെ ഇല, കുറച്ച് വെള്ളം, അത്രയേ ഉള്ളൂ. ഗജേന്ദ്രൻ സമർപ്പിച്ച താമരപ്പൂവ്, കാരണം വലിയ താമരപ്പൂവയിൽ ഒരു താമരപ്പൂവ് നിസ്സാരമായിട്ടുള്ളതാണ്. ഫലം ശബരി രുചിച്ചു നോക്കിയിട്ടുള്ള പഴങ്ങൾ രാമചന്ദ്രസ്വാമി സ്വീകരിച്ചു. പിന്നെ മഹാബലി കൊടുത്തിട്ടുള്ള, ബലി മഹാരാജാവ് കൊടുത്തിട്ടുള്ള ആ ഉദകം, അതായത് ഉദകപൂർവ്വം ദാനം ചെയ്ത ആ ജലം ഭഗവാൻ സ്വീകരിച്ചു. അപ്പോൾ ഭഗവാൻ എങ്ങനെ കൊടുക്കണം? ഭക്തിയോടുകൂടെ കൊടുക്കണം. അത് ഭഗവാൻ സ്വീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നില്ലേ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ഭഗവാൻ സുധാമാവാണെങ്കിലോ ഞാൻ കൊടുക്കില്ല ഈ അവില് എന്ന് വിചാരിച്ചു. കാരണം നിസ്സാരമായിട്ടുള്ളൊരു വസ്തുവാണത്, എങ്ങനെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ച സുധാമാവ് അത് കൊടുക്കാതിരുന്നു എന്നാണ്. ഭഗവാനാണെങ്കിലോ എവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ തിരഞ്ഞു കണ്ടുപിടിക്കാൻ എന്തെന്നില്ലാത്ത ഒരു സാമർഥ്യം ഭഗവാനുണ്ട്. ശരീരത്തിൽ അവിടെ ഇവിടെ തപ്പി നോക്കി. എന്നിട്ട് ഭഗവാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് സുധാമാവിന് ഐശ്വര്യം അനുഭവിക്കാനുള്ള യോഗമില്ല, ജാതകത്തിൽ വിധിയില്ല. പക്ഷേ സുധാമാവൻ്റെ പത്നിക്ക് വേണ്ടി ഞാൻ സമ്പതോ അമർത്യദുർലഭാഹ, ലോകത്തിൽ ആർക്കും കൊടുക്കാൻ സാധിക്കാത്ത ധനം കൊടുക്കാനായിട്ട് പോകുന്നു. ആർക്കെങ്കിലും കൈ പിടിക്കാൻ പറ്റുമോ? നിരോധിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. ഭഗവാൻ വിചാരിച്ചാൽ അത് നടന്നിരിക്കും എന്നാണ്. എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളാണെങ്കിലും ദുരിതങ്ങളിലുള്ള ആളാണെങ്കിലും ആണ് ഭഗവാൻ ആ ദുരിതങ്ങളെ മുഴുവൻ വിധിയെ ഒന്ന് മാറ്റിമറിക്കാൻ, വിധി ലിഖിതത്തെ വിലംഘിച്ചിടാനും വിഭൂവല്ലോ ഭവാൻമരുൽ പുരേശ്വര എന്നാണ് പറയേണ്ടത്. ഈ വിധിയെ മാറ്റിമറിക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ യാതൊരു പ്രയാസമില്ല എന്നാണ്. ഭഗവാൻ സമ്പദ അമർത്യ ദുർലഭാഹ, ലോകത്തിൽ ആർക്കും കൊടുക്കാൻ സാധിക്കാത്ത, ദേവന്മാർക്ക് പോലും കൊടുക്കാൻ സാധിക്കാത്ത ധനം ഞാനിതാ കൊടുക്കാൻ പോകണു എന്നുള്ള ഭാവത്തോടുകൂടെ ഭഗവാൻ അവലിൻ്റെ കിഴി തുറന്നു. രുക്മിണീദേവി നോക്കിയതിൽ എന്താണുള്ളത് എന്നുള്ളത് അത് രുക്മിണീദേവിക്ക് പോലും കാണിച്ചു കൊടുത്തില്ല. എന്നിട്ട് ഭഗവാൻ അതിലൊരു പിടി വാരി ഭഗവാൻ അത് അമൃത് ചെയ്തു കഴിച്ചു. എന്തൊരു സ്വാദ്! അമൃത് പോലെയാണല്ലോ, എന്തൊരു സ്വാദ്! കഴിച്ചിട്ട് മതിയാവില്ല എന്ന് പറയലും ദ്വിതീയാം ജഗ്ധമാതതേ, രണ്ടാമത്തെ പിടി വാരാൻ പുറപ്പെട്ടു. അപ്പോഴേക്ക് രുക്മിണി ദേവി തൻ്റെ വെഞ്ചാമരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭഗവാന്റെ കൈ കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ 16,108 കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കണം എത്ര ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടത് എന്ന് രുക്മിണി ചോദിക്കുന്നു. വാസ്തവത്തിൽ എന്താ പറയണത്? എനിക്ക് പറ്റുന്നിടത്തോളം ധനം ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനി പരമാവധി കൊടുത്തു കഴിഞ്ഞു, ഇനി അവിടുന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ, അവില് കഴിച്ചാൽ ഭഗവാനെ ഈ സുധാമാവ് തിരിച്ചു പോവില്ല, ഭഗവാനിലേക്ക് ചേരും. ഇങ്ങനെ സുധാമാവ് സമാധിയായി പോവും. അങ്ങനെ ഒരു പതിവ്രതയായിട്ടുള്ള പത്നി വിധവയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഐശ്വര്യങ്ങൾ എങ്ങനെ അനുഭവിക്കും? സുധാമാവിനെ വിട്ടുകൊടുക്കണേ എന്നാണ് രുക്മിണീദേവിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രാർത്ഥന എന്നാണ്. കൈകൾ ധാരാളം നീണ്ടു വന്നു. അവിടെ കൈകളിലേക്ക് മുഴുവൻ ഈ അവില് സമർപ്പിച്ചു. അതിൻ്റെ ശേഷം വീണ്ടും ഭഗവാൻ പറയുന്നു, എനിക്ക് പണ്ട് പാഞ്ചാലിയുടെ ചീരക്കറി കഴിച്ച സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം തോന്നിയത്. അതുകൊണ്ട് സുധാമാവെ മറക്കില്ല ഞാൻ ഇതിനെ എന്ന് ഭഗവാൻ. സുധാമാവ് ആലോചിക്കുന്നു, താൻ കൊണ്ടുവന്നിട്ടുള്ള നിസ്സാരമായിട്ടുള്ള അതോ കല്ലും നെല്ലും കലർന്നിട്ടുള്ള അവിലിനെ ഭഗവാൻ ലോകോത്തര നിവേദ്യമായി സ്വീകരിക്കുന്നു. എന്തൊരു കരുണയാണ് ഭഗവാന്! അന്നത്തെ ഒരു ദിവസം സുധാമാവും ഭഗവാനും ഒന്നിച്ചു ചേർന്ന്, അതായത് അന്ന് രുക്മിണീദേവി ആ കൊട്ടാരത്തിലില്ല, ഒരു കൊട്ടാരത്തിലും ഭഗവാനില്ല. സാധാരണ എല്ലാ കൊട്ടാരത്തിലും ഭഗവാൻ ഉണ്ടാവാറുണ്ട്. അന്നത്തെ ആ ഒരു ദിവസം ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഒരേ ഒരു ദിവസം മാത്രം ഭഗവാൻ ഒരു കൊട്ടാരത്തിലുമില്ല. തൻ്റെ കൂട്ടുകാരനോട് രുക്മിണിയെ മാറ്റി നിർത്തി ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് അന്നത്തെ ഭുക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗതം യഥാ, സുഖമായിട്ട്
ആ നിവേദ്യങ്ങൾ ആഹാരങ്ങളൊക്കെ കഴിച്ച് പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ദിവസം കഴിച്ചുകൊണ്ട് സുധാമാവന് സന്തോഷമായി. കാരണം ഇന്നത്തെ ദിവസം സഫലമായി. ഒരു ദിവസം ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ദിവസം സഫലമായി. നമ്മൾക്ക് ഒരധ്യായം ഭാഗവതം വായിക്കാൻ സാധിച്ചാൽ ആ ദിവസം സഫലമായി. അത് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഒരു മാല ഒരു ദിവസം ജപിക്കാൻ സാധിച്ചാൽ, ഒരു ഹരേ കൃഷ്ണ മന്ത്രം കൂടുതൽ ജപിക്കാൻ സാധിച്ചാൽ നമ്മളുടെ ജീവിതം സഫലമായിട്ട് മാറും എന്നാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ വന്നതുപോലെ സുധാമാവ് തിരിച്ചു പോകണു എന്നാണ്. എന്തേ കൃഷ്ണനൊന്നും തരാതിരുന്നത് സുധാമാവിന് തോന്നിയില്ല. ഞാൻ സുധാമാവെ അങ്ങയ്ക്ക് വേണ്ടി എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇതും ഭഗവാൻ പറഞ്ഞില്ല. ഇതാണ് ഭക്തനും ഭഗവാൻ തമ്മിലുള്ള ബന്ധം എന്നാണ്. സുധാമാവ് തൻ്റേതായിട്ടുള്ള എല്ലാം ഭഗവാൻ സമർപ്പിക്കുന്നു. തൻ്റെ മനസ്സ്, തൻ്റെ എല്ലാ ചിത്തവൃത്തികളും ഭഗവാൻ സമർപ്പിക്കുന്നു. ഭഗവാനാണെങ്കിലോ തന്നെ സുധാമാവിന് സമർപ്പിക്കുന്നു. എന്നിട്ടും ഭഗവാൻ രണ്ടു പേർക്കും അഭിമാനം ഇല്ല. ഇവിടെ സുധാമാവിൻ്റെ അനുയാത്ര ചെയ്തു ഭഗവാൻ. ലക്ഷ്മി ദേവി ഭഗവാന്റെ പത്നിമാർ മുഴുവൻ അനുയാത്ര ചെയ്തു. ഭഗവാൻ സുധാമാവനെ വീണ്ടും ആലിംഗനം ചെയ്തു. ഭഗവാൻ വളരെ പെട്ടെന്ന് നമസ്കരിച്ചു. ഭക്തനെ ഭഗവാൻ നമസ്കരിച്ചു എന്നാണ് പറയണത്. തിരിച്ച് സുധാമാവ് പോകുന്ന സമയത്ത് മഹദർശന നിർവൃത, ആ ഭഗവാനെ കണ്ടിട്ടുള്ള നിർവൃതിയോടുകൂടി സുധാമാവൻ തിരിച്ചു പോകുന്നു. അങ്ങനെ ആ പോകുന്ന സമയത്ത് ഇവിടെ ബലരാമനെ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഉദ്ധവന് വല്ലാത്തൊരു പരിഭവം തോന്നിയെന്നാണ് പറയണത്. ഉദ്ധവൻ ചോദിച്ചു ഭഗവാനോട്, എൻ്റെ ഭഗവാനെ, അവിടുന്ന് ആ സുധാമാവ് ആ ഭക്തനിവിടെ വന്നത് വളരെയധികം കഷ്ടപ്പെട്ടാണ് വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ദാരുകനെ വിളിച്ച ആ രഥത്തിൽ അയക്കായിരുന്നില്ലേ ഭഗവാനെ എന്ന് ആ ഉദ്ധവന് സാത്വികി മുതലായവർക്ക് സംശയം തോന്നിയെന്നാണ്. ഭഗവാൻ കണ്ണീരോടുകൂടി പറഞ്ഞു, എൻ്റെ ഭക്തനാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഭക്തൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ പാദം സ്പർശിക്കുന്നോ ആ വരുന്ന വഴിയിൽ മുഴുവൻ സുധാമാവൻ്റെ പാദസ്പർശം നടന്നിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പരമപവിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ദ്വാരക ഇന്ന് മുതൽ പവിത്രയായിട്ട് മാറി. കാരണം എൻ്റെ ഭക്തൻ്റെ പാദസ്പർശം ദ്വാരകയിൽ വന്നു എന്നുള്ളത് കൊണ്ട്, ആ പാദസ്പർശം കൊണ്ട് ലോകത്തിന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അനുവ്രജാമ്യഹം നിത്യം പൂയയ്യത്യംഘ്രിതേണുഭി. ഉദ്ധവനറിയോ, ഈ ലോകത്തിനെ ശുദ്ധീകരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള കഴിവ് എനിക്ക് കിട്ടണത് എവിടുന്ന എന്നുള്ളത് എൻ്റെ ഭക്തൻ്റെ പാദധൂളി ശിരസിൽ ധരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സുധാമാവ് നടന്ന് തന്നെ പോവട്ടെ, സുധാമാവ് പോകുന്ന സകല വീഥികളും പരമപവിത്രമായിട്ട് മാറും. ഒരു കല്ല് സുധാമാവൻ്റെ കാലിൽ തട്ടില്ല, ഒരു മുള്ള് തട്ടില്ല, സുധാമാവൻ്റെ കാല് വേദനിക്കില്ല. കാരണം ഞാൻ അനുവ്രജാമ്യഹം നിത്യം, ഞാൻ എൻ്റെ സുധാമാവിൻ്റെ കൂടെ ഉണ്ട്. ഓരോ കാൽവെപ്പുകളിലും എൻ്റെ കൈകൾ സുധാമാവൻ്റെ കാലിൻ്റെ ഇടയിലുണ്ട്. ഒരു കല്ലോ മുള്ളോ തട്ടാത്ത വിധത്തിൽ എൻ്റെ സുധാമാവനെ, എൻ്റെ ഭക്തനെ സംരക്ഷിക്കും ഞാൻ എന്ന് ഭഗവാൻ പറയുന്നു. ഇത് കേട്ട് ഉദ്ധവന് അത്ഭുതം തോന്നി. ഭഗവാന്റെ കൂട്ടുകാരനാണ് ഉദ്ധവൻ. എന്നിട്ട് പോലും ഉദ്ധവൻ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഉദ്ധവന്. അത്രയും നിഗൂഢമായിട്ടുള്ള സങ്കല്പങ്ങൾ ഭഗവാനുണ്ട്. ആർക്കും ബ്രഹ്മാദിഭിരുതി വിചിന്യം അഗാധബോധ എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ്, ദേവന്മാർ, മഹാദേവൻ, എന്തിന് ഭഗവാന്റെ കൂടെയുള്ള ബലരാമന് പോലും ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള പൂർണ്ണത, ഭഗവാന്റെ മനസ്സുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭക്തന്മാർക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുധാമാവ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ പുഞ്ചിരി, ഭഗവാന്റെ സാന്നിധ്യം, ഇതെല്ലാം അങ്ങനെ മനസ്സിൽ സ്മരിച്ച് ആനന്ദത്തോട് സുധാമാവ് സഞ്ചരിക്കുന്നു. സുധാമാവ് ആലോചിക്കുന്നു, എന്തൊരു അത്ഭുതമാണ്, ഞാൻ ദ്വാരകയ്ക്ക് തന്നെ തിരിച്ചു വന്നു. സൂര്യ ആനലേന്തു സംകാശയെ, സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് ഉദിച്ചേർന്നതുപോലെ സ്വർണ്ണമയമായിട്ടുള്ള കൊട്ടാരങ്ങൾ ദ്വാരകയിൽ തിരിച്ചെത്തിയോ? ഞാൻ വഴി തെറ്റിപ്പോയോ? എന്ത്, ദ്വാരകയിൽ നിന്നും രുക്മിണീദേവിയല്ലേ ഇറങ്ങി വരുന്നത്? സുധാമാവ് ആലോചിക്കുകയാണ്. അടുത്ത് വന്നപ്പോഴാണ് രുക്മിണീദേവി അല്ല, ഇത് തൻ്റെ പത്നി തന്നെയാണ്. ആ പത്നി മനസ്സാ പരിഷസ്വജേ, പതിവ്രതയാണ്. ആ പതിവ്രത വന്ന് പാദത്തിൽ നമസ്കരിച്ചു. 2 കുട്ടികൾ അടുത്ത് വന്ന് നമസ്കരിച്ചു. താൻ പോകുന്ന സമയത്ത് വേപമാനാഭിഗമ്യജ എന്നാണ്, എഴുന്നേൽക്കുന്നിട്ട് നിൽക്കാൻ പറ്റാതെ കിടുകിട്ടെ വിറച്ചിരുന്ന, വിശന്ന് തളർന്ന് ശോഷിച്ച് വിറച്ചിരുന്ന പത്നി. പിന്നെ 2 കുട്ടികൾ, അതോ
തളർന്ന് ശ്വാസം പോലുമില്ലാതെ തളർന്നു കിടക്കുന്ന കുട്ടികൾ. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്? ഇത് എൻ്റെ കൃഷ്ണൻ്റെ കരുണയാണ്. സുധാമാവ് ആലോചിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഭഗവാന്റെ ഒരൊറ്റ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ്. പിന്നെ തിരിച്ച് രാജകീയമായിട്ടുള്ള വരവേൽപ്പ് ദ്വാരകാപുരി പോലുള്ള കൊട്ടാരത്തിലേക്ക്. പക്ഷേ സുധാമാവ് ഇതെല്ലാം ദ്വാരകയെപ്പോലെയുള്ള അതിവിശേഷപ്പെട്ട കൊട്ടാരത്തിൽ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന സമയം സുധാമാവൻ്റെ ഭുഭുജയനാതിലമ്പട. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? ഭഗവാന്റെ പരീക്ഷണമാണ്. അത് ആദ്യം ദാരിദ്ര്യം കൊടുത്തു പരീക്ഷിച്ചു. ഇപ്പോൾ സുധാമാവന് ഐശ്വര്യം കൊടുത്ത് പരീക്ഷിച്ച് നോക്കി. ഭുഭുജയനാതിലമ്പട. ഇതെല്ലാം കൃഷ്ണൻ്റെ പ്രസാദമായി കണ്ടുകൊണ്ട് അനുനിമിഷം ഭക്തി വർദ്ധിച്ചുകൊണ്ട് ഓരോ നിമിഷവും സുധാമാവൻ്റെ ഭക്തിഭാവം വർദ്ധിച്ചു വരുന്നു. ആ ഭക്തിയുടെ ഭാവം വാക്കുകളായി പുറത്തേക്ക് വന്നു. എന്താ വന്നത്? തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീദാസ്യം പുനർജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്തൽ പുരുഷ പ്രസംഗ. ഭഗവാനായിട്ടുള്ള സൗഹൃദം, സഖ്യം, മൈത്രി ഇത് ജന്മജന്മങ്ങളായിട്ട് പിന്തുടർന്ന് വരണമേ എന്ന് സുധാമാവ് അനുനിമിഷം തീവ്രമായ ഭാവത്തോടുകൂടെ പ്രാർത്ഥിച്ചു. സുധാമാവൻ്റെ ഈ ഒരു പ്രാർത്ഥന സുധാമാവൻ്റെ പത്നിയിലേക്ക് പകർന്നു. സുധാമാവൻ്റെ പത്നിയിൽ നിന്നും സുധാമാവിൻ്റെ ആ കുട്ടികളിൽ നിന്നും ആ ഗൃഹത്തിലുള്ളവർക്ക് മുഴുവൻ, ഗൃഹത്തിൽ നിന്ന് അവിടെയുള്ള അതിൽ നിന്നും മറ്റുള്ള ഗൃഹങ്ങളിലേക്ക്, സുധാമാപുരി എന്നാണ് അവിടെ പറയുന്നത്. സുധാമാപുരിയിൽ മുഴുവൻ ഒരേ ഒരു ശബ്ദം, തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീദാസ്യം പുനർജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്തൽ പുരുഷ പ്രസംഗ. അപ്പോൾ ആ ഒരു ഭക്തിഭാവം സുധാമാവൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഹിക്കേണ്ടതായിട്ടുള്ളത്. വാസ്തവത്തിൽ സുധാമാവ് കൊടുത്തിട്ടുള്ള ഈ അവില്, അതിനെ മറ്റൊരു തരത്തിൽ നമ്മൾക്ക് പറയാൻ സാധിക്കും. മനസ്സാണ് ഈ അവില് എന്നാണ്. ഈ മനസ്സാവുന്ന അവലിൽ എന്തെല്ലാം കലർന്നിട്ടുണ്ട്? കാമക്രോധ മത മാത്സര്യങ്ങളാകുന്ന കല്ലും കരണും കലർന്നിട്ടുണ്ട്. ഭഗവാന്റെ സ്പർശം അതിൽ വരുന്ന സമയത്ത് അത് അമൃത് പോലെ പരിശുദ്ധമായി തീരും എന്നാണ്. പരിശുദ്ധമായി തീരുന്ന ആ മനസ്സ് ശുദ്ധേ മനസ്സ് ഗോവിന്ദേ സ്വയമേവ പ്രകാശതേ എന്നാണ്. അങ്ങനെ മനസ്സ് പരിശുദ്ധമാണെങ്കിലോ നമ്മൾ കൃഷ്ണൻ്റെ സ്മരണ, കൃഷ്ണൻ്റെ നാമം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള വിശേഷപ്പെട്ട മഹാമന്ത്രത്തിൽ കൂടെ നമ്മളുടെ മനസ്സ് പരിശുദ്ധമായി തീരും. ഇനി ഇത് കേൾക്കുന്നവർ തീരുമാനിക്കുക, കുചേലൻ എന്ന് പറയണോ അല്ലെങ്കിൽ സുധാമാവ് എന്ന് പറയണോ, കുചേലവൃത്തം എന്ന് പറയണോ, സുധാമാചരിതം എന്ന് പറയണോ, തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഹരേ കൃഷ്ണ ഈ വാക്കുകളെല്ലാം ഗുരുനാഥന്മാരുടെ വാക്കുകളാണ്. ഒരു വാക്ക് പോലും സ്വന്തമായിട്ടില്ല. വേദവ്യാസപ്രിയ മഹാരാജൻ്റെ, ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരുടെ, അതേപോലെ തട്ടയൂർ ഉണ്ണിനമ്പൂരിപ്പാടിൻ്റെ ഗുരുനാഥന്മാരുടെ വാക്കുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ നല്ലതായിട്ട് നമ്മളുടെ ഈ മനസ്സ് നമ്മൾ ഭഗവാനിക്ക് സമർപ്പിക്കുന്നു. സുധാമാചരിതം എന്ന ആ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച കടന്നു പോയി. കേരളത്തിലുള്ളവർ മുഴുവൻ 30 ബുധനാഴ്ച ഗുരുവായൂരപ്പൻ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ അതിൽ അവിടെ അത്ഭുതം തോന്നും കണ്ടു കഴിഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത പാത്രങ്ങൾ, നമ്മൾ ഒരു 4-5 പേരൊക്കെ ഇറങ്ങിയിരിക്കാം. അതേപോലെ വലിയ പാത്രങ്ങൾ, അതിലൊക്കെയാണ് അവല് അങ്ങനെയുള്ള 8, 10, 15 പാത്രങ്ങൾ, അതിലാണ് അവില് നിവേദ്യം ഭഗവാൻ ഉണ്ടായത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എത്രയോ എണ്ണിയാലൊടുങ്ങാത്ത ഭക്തന്മാരിൽ ഏതെങ്കിലും കുറച്ച് പേരെങ്കിലും ഭഗവാൻ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ പാദരേണുവിൽ നമ്മൾ നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പൻ അതിനോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാരുടെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗുരുനാഥന്മാരുടെ പാദത്തിലും പ്രാർത്ഥിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.